മുഹിയുദ്ദീൻ മാലിയും റിഫായി മാലിയും നിങ്ങൾ ഒരു 10 മിനിറ്റ് ക്ഷമിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അത് രണ്ടും ശരിക്കും ഒരു ഏറ്റുമുട്ടലാണ്. അതായത് മുഹിയുദ്ദീൻ മാല 400 കൊല്ലം മുമ്പ് ഇറങ്ങി, റിഫായി മാല 200 കൊല്ലം മുമ്പ് ഇറങ്ങി. അപ്പൊ ഈ മുഹിയുദ്ദീൻ മാലയുടെ കൂടെയും ആ ത്വരീഖത്തിന്റെ കൂടെ ആളുകൾ ഇങ്ങനെ പോയപ്പോൾ ആളുകളെ റിഫായി ത്വരീഖത്തിന്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് അന്ന് മുഹിയുദ്ദീൻ മാലക്ക് ഖണ്ഡനം എഴുതിയതാണ് എന്ത് റിഫായി മാല എന്ന് പറഞ്ഞാൽ. ഞാൻ 2 വരി പാടുത്തത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ചിന്തിച്ചോളൂ, വരി കേട്ടിട്ട് നമുക്ക് അന്തല്ലാത്തോണ്ട് രണ്ടും ചൊല്ലും. ഒന്ന് മറ്റൊന്നിനെ എതിർത്തുകൊണ്ട് ഇറങ്ങിയതാ. നോക്കൂ നിങ്ങൾ, മുഹിയുദ്ദീൻ മാലയിൽ കാണാ ഭൂമി ഓരുണ്ട പോൽ എൻ കയ്യിലെന്നോവർ, ഭൂമി അതൊക്കെയും ഒരു ചുമട് എന്നോവർ. ഭൂമി ഒരു ഉണ്ട പോലെ എൻ കയ്യിൽ നാം എടുക്കുമേ. ഒറ്റ കയ്യിൽ ആരെടുക്കും? മുഹിയുദ്ദീൻ ഷേഖ് ഒരു ഉണ്ട പോലെ അങ്ങോട്ട് എടുക്കും. എന്നിട്ടോ ഭൂമി അതൊക്കെയും ഒരു ചുമട് എന്നോവർ, ഞാൻ ഒരു കാല് വെച്ചാ ഭൂമി മൊത്തം താണ്ടും. അപ്പൊ ഞാൻ വലിയ ആളാന്നല്ലേ. മുഹിയുദ്ദീൻ മാലയിൽ 200 കൊല്ലം കഴിഞ്ഞപ്പോ റിഫായി മാല ഇറങ്ങി. അതിലെന്താണെന്നറിയോ? കേട്ടോളൂ. ആലം 11,000 എന്റെ കാൽ ഒന്നിന്നിടാ പോരാ എന്ന് പറഞ്ഞോവർ. നിങ്ങൾക്ക് ഒരു ഭൂമിയല്ലേ, 18,000 ആലം, 18,000 ലോകം ഉണ്ടായാലും എന്റെ ഒരു കാല് വെക്കാൻ സ്ഥലം തികയൂല. നിങ്ങൾക്ക് ഒരു കാല് വെച്ച ഒരു ഭൂമിയല്ലേ താണ്ടുള്ളൂ. എനിക്ക് 18,000 ആലമാ, 18,000 ലോകം റിഫായി ഷേഖിന്. അപ്പൊ ആരാ വലുത്? ആരാ വലുത്? ഇത് രണ്ടും മത്സരമാണ്. നമ്മൾ രണ്ടും ചൊല്ലും, രണ്ടിനും കായ് കൊടുക്കുകയും ചെയ്യും. ഇനി കേട്ടോളൂ ഒന്നുകൂടി. എല്ലായിലും മേലെ അർശിങ്കൽ ചെന്നോവർ, എന്റെ കണ്ണെപ്പോഴും ലൗഹിൽ ആദംനോവർ. മുഹിയുദ്ദീൻ ഷേഖായ ഞാൻ ആരാണ്? എപ്പോഴും അർശിന്റെ മേലെയാണ്. എന്റെ കണ്ണെപ്പോഴും ലൗഹിന്റെ മേലെ. ഞാൻ അങ്ങനെ മുകളിലൊക്കെ ഉണ്ടാകുക, എപ്പോഴും ലൗഹിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോ റിഫായി ഷേഖിന്റെ മാലക്കാരെന്താ കാട്ടിയറിയോ? ഇരുപ്പിൽ ഞാൻ ലൗഹുൽ മഹ്ഫൂദ് നോക്കിയിട്ട് ഉലകർക്കുറുതി പാറയും ഞാനും നോവർ. നിങ്ങൾ ആകാശത്ത് പോയിട്ട് അവിടെ പോയിട്ടല്ലേ ലൗഹുൽ മഹ്ഫൂദ് നോക്കണത്? ഞാൻ ഇരുന്ന ഇരുപ്പിൽ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുന്നുണ്ട്. അപ്പൊ ആരാ വലുത്? ആരാ കഴിവാ വലുത്? പറ. ഇത് കണ്ണൻ അല്ലെങ്കിൽ പിന്നെ എന്താ? അവസാനിച്ചില്ല. പിന്നെയോ മുഹിയുദ്ദീൻ മാലയിൽ 4 കിതാബേയും മറ്റുള്ള സുഹുഫയും നായൻ അരുളാലേ ഓതി ഉണർന്നോവർ. അള്ളാന്റെ കൽപ്പന പ്രകാരം തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ 4 കിതാബും പിന്നെ എല്ലാ സൂഫി ഇബ്രാഹിം, മൂസ അതൊക്കെ ഞാൻ ഓതി പഠിച്ചിട്ടുണ്ട് മുഹിയുദ്ദീൻ ഷേഖിന്റെ മാലയിൽ. കുടുങ്ങിയില്ല, ഇനി വേറെ കിതാബ് ഇല്ലല്ലോ പഠിക്കാൻ. അപ്പൊ എന്താ ചെയ്തത്? ഇത് കേട്ട് ചിന്തിച്ചോളിങ്ങള്. അവർ റിഫായി മാലക്കാരൻ ചെയ്ത പണി എന്താണ്? ഓതും പൂറിഞ്ചിൽ തൗറാത്തും ഓതാതറിഞ്ഞ് ഞാൻ എന്ന് പറഞ്ഞോവർ. നിങ്ങൾ ഓതി പഠിച്ചതല്ലേ, കോതാടത്തന്നെ പഠിച്ചിട്ടുണ്ട്. നിങ്ങളെ കാട്ടിക്കും വലുത് ഞാൻ തന്നെയാണ്. വിട്ടൊടുക്കൂല മാലക്കാരൻ. എത്രത്തോളം പാര കൂടി കാണാം മാലയില്. പാര, കമ്പിപ്പാരല്ല. ഇതൊക്കെ പരസ്പരമുള്ള ഏറ്റുമുട്ടൽ വരുന്ന വിഷയങ്ങളാ. നമുക്കിതൊക്കെ സുന്നത്യമാത്ത്. ഇത് ചെയ്യാത്തോനോ ഓൻ എന്ത് സ്കെച്ചിട്ടുണ്ടാവും? സുന്നത്യമാത്ത് പുറത്തല്ലേ. എന്തേ ഈ ജാതി വാടാത്ത എഴുന്നില്ല? അതല്ലേ സമൂഹത്തോട് നിങ്ങൾ പഠിപ്പിക്കുന്നത്? അതല്ലേ സമൂഹത്തിന്റെ ധാരണ? കേട്ടോളൂ. കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ടപ്പോൾ കണ്ട് കാട്ടി പറഞ്ഞോവർ. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാഞ്ഞ നിങ്ങളുടെ കൽബകമെന്നോവർ. മുഹിയുദ്ദീൻ ഷേഖ് കണ്ണുകൊണ്ട് കണ്ടതും കണ്ണുകൊണ്ട് കാണാത്തതൊക്കെ കണ്ട പോലെ പറയും. എത്രത്തോളം കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കൽബിനുള്ളിലുള്ളത് പറയുന്ന. അപ്പൊ റിഫായി മാലക്കാരൻ പറയാം അത് വെറുതെയാണ്, അങ്ങനെയൊന്നുമില്ല. അതെന്താ കാരണം എന്നറിയോ? മൂപ്പര് പറയാണ്, ഖോജാ മുഹിയുദ്ദീനും താനും കളിക്കുമ്പോൾ കണ്ണിൻ പിരിയത്തിന്മേലെ പൊളിച്ചോവർ. കണ്ണിൽ കരുമീശി മാമിൽ ചൊല്ലിയാർ കണ്ടില്ല ഉങ്കൾ വാരുവിനാദം നോവർ. മുഹിയുദ്ദീൻ ഷേഖും റിഫായി ഷേഖും കൂടി ഒളിച്ചടിക്കാണ്. തർക്കടില്ല പ്രായം. മുഹിയുദ്ദീൻ ഷേഖിനെ കാട്ടിക്കും 30 വയസ്സ് കുറയും റിഫായി ഷേഖിന്. അപ്പൊ ഒളിച്ചടിക്കാൻ പറ്റിയ പ്രായം തന്നെയാണ്. രണ്ടാളും 30 വയസ്സിന് വ്യത്യാസമുണ്ട്. അങ്ങനെ ഒളിച്ചു കളിക്കുമ്പോ ഖോജാ മുഹിയുദ്ദീനും താനും കളിക്കുമ്പോൾ കണ്ണിൻ പിരിയത്തിന്മേലെ ഒളിച്ചോവർ. മുഹിയുദ്ദീൻ ഷേഖിന്റെ കണ്ണിൻ പിരികത്തിൽ ആര് കയറി ഒളിച്ചു? റിഫായി ഷേഖ്. ഈ ദഫ് ഇങ്ങനെ ഡും ഡും മുട്ടുമ്പോഴേ ഈ അന്തക്കടൊന്നും മനസ്സിലാവൂലേ എന്താ ചൊല്ലണെന്ന്. ചിന്തിച്ചോളി. ഉസ്താവുമാർ ചിലപ്പോൾ ആലോചിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. കാരണം ഓലിത് കഴിഞ്ഞിട്ടുള്ളത് ആലോചിച്ചിട്ടുണ്ടാവുള്ളൂ. എന്താ അതിന്റെ മാനാത് ഓരോ ആലോചിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. ഒക്കെ എല്ലാവരും ചിന്തിച്ചോളി. മുഹിയുദ്ദീൻ ഷേഖും റിഫായി ഷേഖും ഒളിച്ചടിക്കുകയാണ്. ഒളിച്ചടിക്കുമ്പോൾ റിഫായി ഷേഖിന്റെ കണ്ണിന് പുരികത്തിൽ മുഹിയുദ്ദീൻ ഷേഖിന്റെ കണ്ണിന് പുരികത്തിൽ ആര് കയറിയിരുന്നു? റിഫായി ഷേഖ് കയറിയിരുന്നു. കാരണം മുഹിയുദ്ദീൻ ഷേഖ് ഇപ്പോൾ എല്ലാം കാണുന്നു പറഞ്ഞ ആളല്ലേ. അപ്പൊ കാണൂലാൻ സമർത്ഥിക്കണല്ലോ. അപ്പോ എന്താ പറഞ്ഞത്? അങ്ങനെ ഖോജാ മുഹിയുദ്ദീനും ഞാനും കൂടി കളിക്കുമ്പോ ഞാൻ എന്ത് ചെയ്തു? ഖോജാ മുഹിയുദ്ദീന്റെ കണ്ണിന് പുരികത്തിൽ കയറിയിരുന്നു.
അവസാനം കണ്ണിൻ കാരുമീശി മാമിൽ ചൊല്ലിയാർ കണ്ടില്ല ഉങ്കൾ വാരുവിനാതെന്നോവർ. മൂപ്പരിങ്ങനെ തെരഞ്ഞെടുക്കുക, നീ എங்கே പോയിരിക്കെ പാക്ക മുടിയില്ല വാങ്ങി അരിഫായി കണ്ണ് ഇങ്ങതാ ഇരിക്കുക കണ്ണിനുള്ളിൽ, പക്ഷെ പാക്കുന്നില്ല. ചോദിച്ചെടുക്കണം, നീ എங்கே ഇരിക്കുക വാങ്ങ വാങ്ങ. അവസാനം സാറ്റ് കീളവാണ് താഴത്തേക്ക് വീണ, അപ്പം സാറ്റ് ഒളിച്ചടിക്കല്ലേ. ഇതാ മുയദ്ദിമാല, ഇത് ചൊല്ലിയാ സ്വർഗം തരാന്ന് ആരെ പറഞ്ഞു? ആര് പറഞ്ഞു? കായും പോയി കോയും പോയി എന്നല്ലാണ്ട്. അത് ഉദ്ഘാടനം ചെയ്യാനും കായ് പിരിക്കാനും കുറേ ബായാറും കുറേ ആൾക്കാരൊക്കെ പേര്, അത് കൂറ തിന്നെ അതിന് പോയി എന്നല്ലാണ്ടേ. അതുകൊണ്ട് എന്താ കാര്യമുള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത് ചൊല്ലിയാലാണെന്ത്? മൊഴിയൊന്നും കളയാതെ പിണയാതെ സ്വന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ ഞായൻ കൊടുക്കുമേ. അള്ളാന്റെ പേരിരുന്നോണ ഈ മുഹയ്യബ്ദിമാല ഒരു തെറ്റും കൂടാണ് ചൊല്ലിയാൽ മണിമാടം സ്വർഗത്തിൽ അള്ള തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെ പറഞ്ഞു? ഇതൊക്കെ ആലോചിക്കും. എന്നിട്ട് മതി ഞങ്ങൾ തീവ്രവാദികളെന്ന് പറയലൊക്കെ. ഇപ്പൊ മനസ്സിലായോ എന്തിനാ ഞങ്ങൾ തീവ്രവാദികളെന്ന് പറയണമെന്ന്? ഞാൻ തീവ്രവാദ അവിടുത്തെ കഥ പറയേണ്ട ആവശ്യമില്ല. ഇത് തന്നെ ഞങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇങ്ങനെ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ. എത്രത്തോളം മഹാനായ മുഹയ്യബ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരിൽ എഴുതി ഉണ്ടാക്കപ്പെട്ട ഈ മൗലിദില് പറഞ്ഞ് പുതിയ മൗലിദ് ഉണ്ട്, സാധനമുണ്ട്. ഇതാണ് അത്. പുതിയ മൗലിദല്ല, പുതിയ മുഹയ്യബ്ദീൻ മാല. ഇതാണ് പുതിയ മുഹയ്യബ്ദീൻ മാല. കിതാബ് പഴയതാണ്, പക്ഷേ പുതിയ മുഹയ്യബ്ദീൻ മാല. ഞാൻ കൊണ്ടുനടക്കാനൊരു കാരണമുണ്ട്. കാരണം ഇതിൽ കുറേ റൂഹ് തട്ടിയ കഥയും കൊട്ട തട്ടിയ കഥയും റൂഹ് പോയ കഥയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ചില സ്ഥലത്തൊക്കെ പ്രസംഗിച്ചിട്ട്, കണ്ണൂർ സ്ഥലത്ത് നിന്ന് പ്രസംഗിച്ചിട്ട് ഇറങ്ങിയപ്പോൾ, സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് ആൾക്കാർ വന്നു എനിക്ക് ഇപ്പം കാണുന്നത് കാരണം, പക്ഷെ അതിൻ്റെ കയ്യിലില്ല. എന്നാൽ റൂഹ് തട്ടിയ കഥയാണ് അതിൽ വന്ന് ഞാൻ വായിച്ചത്. അപ്പം എൻ്റെ റൂഹിന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് കൊണ്ടുനടക്കുകയാണ്. കാരണം ഇതിലെ റൂഹ് മുഹയ്യബ്ദീൻ ശൈഖിൻ്റെ മുരീദിൻ്റെ പിന്നാലെ പോയിട്ട് റൂഹിനെ പിടിച്ചുകൊടുന്ന കഥയിൽ പറയുന്നുണ്ട്, കൊട്ടയിൽ നിന്ന് റൂഹ് തട്ടിപ്പോയ കഥയൊക്കെ. അപ്പോൾ ആ എൻ്റെ റൂഹ് കാക്കാൻ വേണ്ടിയിട്ട് ഈ സാധനം കൈ പിടിച്ച് കിടക്കലാണ്. ഇതിൽ പറയുന്ന കഥയാണ് കേട്ടോൾ. എന്താ അറിയോ? മുഹയ്യബ്ദീൻ ശൈഖിൻ്റെ 99 പേരുണ്ട്. നിങ്ങൾ ആലോചിക്കുക, അള്ളാഹ്ക്കുള്ളത് അതേപോലെ ഉണ്ടെന്ന് പറയാം. ഇതൊക്കെ മുഹയ്യബ്ദീൻ മാല എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്കുള്ള എന്തൊക്കെ ഉണ്ടോ ഷെയ്ഖിനുണ്ട്. മോശാകാൻ പാടില്ലല്ലോ. അതിൻ്റെ പേരാ ശിർക്ക്. അള്ളാഹിൻ്റെ റുബൂബിയത്തിൽ ശിർക്ക്, അള്ളാഹിൻ്റെ നാമവിശേഷണങ്ങൾ ശിർക്ക്, ഉലൂഹിയത്തിൽ ശിർക്ക്. ആകെ മുങ്ങിക്കളിക്കുക. അത് തെറ്റാന്ന് പറഞ്ഞാൽ ഞങ്ങളെ മുശ്രിക്കാക്കിയെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചിന്തിച്ച് പഠിക്കി എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്താ അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം കേട്ടോളൂ. അള്ളാന്റെ അസ്മാ 99 എണ്ണം ഈസ്മുകൾ ഉണ്ടീവർക്കെന്നോവർ. അള്ളാന്റെ അതേപോലെ 99 ഇസ്മാർക്കുണ്ട്, മുഹയ്യബ്ദീൻ ശൈഖിനുണ്ട്. പേരിൻ്റെ അടുത്തുള്ള കൂലി ഇവർ നാമം പറഞ്ഞോരിൽ നൽകും ഞാൻ അല്ലാഹു ചൊന്നോവർ. എങ്ക ചൊന്ന് എപ്പ ചൊന്ന് അല്ലാഹു? മുഹയ്യബ്ദീൻ ശൈഖിന്റെ പേര് പറഞ്ഞാൽ അള്ളാന്റെ പേര് പറഞ്ഞാൽ അതേ കൂലി തരാന്ന് അള്ളാഹു ചൊന്നോവർന്ന്. ചുമ്മാ പൊളി പേസരുത്. അങ്ങനെ അള്ള ചൊന്നിയിട്ടൊന്നുമില്ല. ഒന്ന് ആലോചിക്കും സഹോദരങ്ങളെ. അള്ളാഹു ചൊന്നോവർന്ന് പറഞ്ഞെങ്കിൽ ഖുർആനിൽ കാണൂലേ? അല്ലെങ്കിൽ ഖുദ്സിയായ ഹദീസിൽ കാണൂലേ? അള്ളാഹു ചൊന്നിട്ടുണ്ടെങ്കിൽ എന്താ അള്ള ചൊന്നിയത്? മുഹയ്യബ്ദീൻ ശൈഖിന്റെ 99 പേര് പറഞ്ഞാൽ എൻ്റെ അള്ളാന്റെ 99 പേര് പറഞ്ഞാൽ കിട്ടുന്ന അതേ കൂലി കിട്ടുന്നു. ഹദീസിലുണ്ടല്ലോ അള്ളാന്റെ പേര് ഇഹ്സാ ചെയ്താൽ സ്വർഗം തരാന്ന്, ദഖലൽ ജന്ന. പക്ഷെ അതിങ്ങനെ പേര് പറയൽ മാത്രമല്ല, അത് ചൊല്ലലും അത് ഉൾക്കൊള്ളലും ആ പേരിൽ ഉൾക്കൊള്ളുന്ന വിശേഷണങ്ങൾ അനുസരിച്ച് നമ്മൾ ജീവിക്കും വേണം. അള്ള സമീആണ്. അപ്പം നമ്മൾ അള്ള കേൾക്കുന്ന പേടിയോടുകൂടി ജീവിക്കണം. അള്ള ബസീറാണ്. അപ്പോൾ അള്ള കാണുന്നുള്ള പേടിയോടുകൂടി ജീവിക്കണം. അതിനാ ഇഹ്സാ എന്ന് പറയാം. അങ്ങനെ മന്ന ഇഹ്സാ അള്ളാഹിന്റെ പേരുകൾ കൃത്യപ്പെടുത്തിയാൽ ദഖലൽ ജന്ന. അത് ഹദീസിലുള്ളൂ. പക്ഷെ ഇവിടെ പറഞ്ഞാൽ എന്താ? മുഹയ്യബ്ദീൻ ശൈഖിന്റെ 99 പേര് പറഞ്ഞാൽ എന്ത് ഉണ്ട്? അള്ളാഹിന്റെ പേര് പറഞ്ഞാൽ അതേ കൂലിയുണ്ട്. പക്ഷേ കേട്ടോളി, ഉളുവാതെ ഇല്ലാതെ പേരൈ പറഞ്ഞോര് ഒക്കെ കഴുത്ത് മൂറിച്ചീടയെന്നോവർ. മുഹയ്യബ്ദീൻ ശൈഖിന്റെ പേര് പറയുമ്പോൾ അള്ളാന്റെ പേര് പോലല്ല, ഓതുടുക്കണം. ഓതുല്ലാണ്ട് മുഹയ്യബ്ദീൻ ശൈഖിന്റെ പേര് പറഞ്ഞപ്പോഴോ ഒക്കെ കഴുത്ത് മുറിച്ചിടയെന്നോവർ. ചൊല്ലിയോന്റെ കഴുത്ത് മുറിഞ്ഞു പോവുക. പാവങ്ങള് ഒരു മദ്രസയിലെ ശർത്തും പറഞ്ഞു പഠിച്ചിട്ടില്ലല്ലോ. മുഹയ്യബ്ദീൻ ശൈഖിന്റെ പേര് പറയുമ്പോൾ ഓതുടുക്കണം എന്നുള്ള ഹദീസ് ഓല് പഠിച്ചിട്ടില്ല. പാവങ്ങളാണ് ഓല് ചൊല്ലി. കാരണം ഇതാണ് ഇവിടെ കുത്തുബിയത്ത്, ഇവിടെ ഇതാണ് കുത്തുബിയത്ത്. 99 പേര് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതാ പച്ചപ്പാവങ്ങളെ കൊണ്ട് ഷെയ്ഖിന്റെ പേരിൽ ജീരാനി ദിനം എന്ന പേര് പറഞ്ഞിട്ട് ഓരോ മഹലിലും 300 200 ആടുകളെ അറുത്തുകൊണ്ട് പല ആളുകളും ജീവിക്കുന്നത്. ഇതിലും ഷെയ്ഖിന്റെ 99 പേര് പറഞ്ഞിട്ടുണ്ട്. ആ പേര് ചൊല്ലണമെങ്കിൽ ഒതുടുക്കണമെന്നാ. ഒതുടുക്കാത്തവന്റെ കൗത്തിങ്ങനെ മുറിഞ്ഞു പോവുകയാണ്. അവസാനം ഷെയ്ഖിന്റെ പേര് പറയാ ഒതുവില്ലാണ്ട് പറഞ്ഞോന്റെ കഴുത്തിങ്ങനെ മുറിയാ. അപ്പൊ അത് സംഭവിച്ചു നോക്കി നിങ്ങൾ മുഹയ്യബ്ദീൻ മാലക്കാരൻ പറയാം. മുറിയുമ്പോൾ മകനെ മാക്കാമീത് വേണ്ടം നൂരത്തോവർ. കഴുത്ത് മുറിയുമ്പോൾ റസൂൽ അവിടെ ഹാജറായിട്ട്, പൊന്നാരന്റെ മുഹയ്യബ്ദീനോ ഈ സ്ഥാനം നമുക്ക് വേണ്ടടാ,
ആ സാധുക്കൾക്ക് അറിയില്ലല്ലോ എൻ്റെ പേരിൽ ചൊല്ലുമ്പോൾ ഓതുകൊടുക്കണമെന്ന്. ആരെങ്കിലും അത് പേരിൽ ഓതുലാണ് ചൊല്ലി അവൻ്റെ കൗത്തിങ്ങനെ മുറിഞ്ഞു പോകുക പ്രയാസമല്ലേ. പൊന്നാറിൻ്റെ മുയ്യദ്ദീൻ കുട്ടിയാണെങ്കിൽ ഇപ്പം ഈ സ്ഥാനം വേണ്ട, ഉള്ള മക്കാമൊക്കെ മതി. മക്കാം പറഞ്ഞാൽ മറ്റേ മക്കാമല്ല കേട്ടോ, കൊണ്ടോട്ടി മക്കാമല്ല, സ്ഥാനം. ഈ സ്ഥാനം നിനക്ക് വേണ്ട. അപ്പോഴോ അപ്പൊ മുയ്യദ്ദീൻ ശേഖ് പറയാണ്, ചൊന്നാപ്പാടി പോലെ അന്ന് മുതൽ തൊട്ട് ജോഗിയ ഫിഅലദൈ നീക്കപ്പെടുത്തിയോർ. അങ്ങനെയാണോ കഴുത്ത് മുറിയണ്ടേ? എന്നാ മുറിയണ്ട, എത്ര എളുപ്പ തീരുമാന കോലന്നെ എടുക്കുക. കഴുത്ത് മുറിഞ്ഞോട്ടെ, എന്നാ മുറിഞ്ഞോട്ടെ. മുറിയണ്ടേ, എന്നാ മുറിയണ്ട. എന്താ മുഹിയുദ്ദീൻ മാല, പുതിയ മുഹിയുദ്ദീൻ മാല, പിന്നെ പഴയ മുഹിയുദ്ദീൻ മാല. ഇതൊക്കെ നമ്മുടെ ദീനുൽ ഇസ്ലാം, നമ്മുടെ സുന്നത്തെ മാത്തതാ. ഇസ്ലാമിലെ പണ്ഡിതന്മാരെ പഠിപ്പിച്ച സുന്നത്തെ മാത്തതല്ല, ഇത് സാമ്പത്തിക മാറ്റാണ്. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞോളി. ഈ മുഹിയുദ്ദീൻ മാല വല്ലവരും തെറ്റാന്ന് പറഞ്ഞാലോ, എൻ്റെ മൊഴികളെ പൊയ്യം ചൊല്ലുകിൽ അപ്പോഴേ കൊല്ലുന്ന നഞ്ഞ് ഞാനെന്നോവർ. എൻ്റെ മാലയിലെ ഏതെങ്കിലും ഒരു തെറ്റാന്ന് പറഞ്ഞാൽ അപ്പ കൊല്ലുന്ന നഞ്ഞാണ് ഞാൻ. എന്നാ ഞാനൊക്കെ എന്നോ പോണ്ടതാ. മുയ്യദ്ദീൻ മാല തെറ്റാന്ന് പറഞ്ഞാൽ അപ്പ കൊല്ലുന്ന നഞ്ഞാണ് മുയ്യദ്ദീൻ മാല. ഇനി ഇപ്പം ഇവിടുന്ന് മരിച്ചാൽ കണ്ടോ എന്ന് പറയുന്നത് വേണ്ട കേട്ടോ. അത്ര വിശ്വാസക്കാരൊന്നല്ല ഞങ്ങൾ അള്ളാഹുവിൻ്റെ അള്ളാഹു മലാ മാനി അലിമ ആ ത്വയ്യത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് സഹോദരന്മാരെ ചിന്തിക്കും.